റിസേ ആ എന്ത് പറ്റി ചേച്ചിയുടെ കുട്ടിക്ക്? ആ ചേച്ചി വന്നോ? എനിക്കൊന്നുമില്ല ചേച്ചി, എന്തോ ഒരു തലവേദന പോലെ. അനു, ചേച്ചിയോടാണോ കള്ളം പറയുന്നത്? എന്ത് പറ്റി ശരിക്കും? അങ്ങനെയൊന്നുമില്ല ചേച്ചി, ഈ ഡോക്ടർ ജോബ് ഇങ്ങനെ സ്ട്രെസ്സായി തോന്നുക ചില സമയത്ത്. അപ്പോൾ ഞാൻ കരുതുന്നു കുറച്ച് കാലം ലീവ് എടുത്താലോ എന്ന്. ഓ, സ്ട്രെസ് തോന്നുന്നുണ്ടോ? എങ്കിൽ ലീവ് എടുത്തോ. ആ അപ്പോൾ ചേച്ചി, ഞാൻ ഈ കാര്യം അച്ഛനോടൊന്ന് പറഞ്ഞിട്ട് വരാവേ. ചേച്ചിയുടെ വെയിറ്റ് ചെയ്യും, ഞാൻ ഈ കാര്യം പറഞ്ഞു തരാം. എനിക്കിനി ആ ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചേച്ചി. അച്ഛാ, എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അച്ഛനെ മൈക്കിളിനെ ആബേലിനെ കുറിച്ച് അറിയണം. മൈക്കിൾ, ആബേൽ, അവരെ കുറിച്ച് തനിക്ക് എന്തറിയാനോ? അവരെ കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു അച്ഛാ ഇതുവരെ. ഞാൻ അവരുടെ കൂടെ ചേർന്ന് ഇതുവരെ അനീതിയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവരുടെ കുടുംബത്തിലെ അവരുടെ ബ്രദർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സൂര്യ. അവന് ഇതുവരെ എന്നോട് ഇതൊന്നും തുറന്ന് പറയാൻ തോന്നിയിട്ടില്ല. അതാലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം. ഇനി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല അച്ഛാ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവരെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അച്ഛന് സെൻഡ് ചെയ്യാം. അച്ഛൻ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അച്ഛാ. ഓ, താങ്ക് യു അനു. അപ്പോൾ മൈക്കിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയ സ്ഥിതിക്ക് പിന്നെ എനിക്കിനി ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. കാരണം അവൻ്റെ ഫാമിലിയുടെ ഡീറ്റെയിൽസ് കിട്ടാനായിരുന്നു ഇത്ര കാലം ഞാൻ പണിയെടുത്തത്. സോ ഇനി കാര്യങ്ങൾ സിമ്പിളാണ്. ഇനിയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എൻ്റെ ലാപ്പിലുള്ളത് മുഴുവൻ ആ ഹോസ്പിറ്റലിൽ നടന്ന അന്യായമായ മർഡർ കേസുകളാണ്. സോ ഇത് വെച്ച് ആ ആബേലിനെ പൂട്ടാൻ പറ്റും. ആബേലിനെ മാത്രം അവൻ്റെ തന്തപ്പിടി അടക്കം ഇത് വെച്ച് പൂട്ടാം. ഇതുവരെ മൈക്കിൾ അവൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് പുറത്തു വിട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ എനിക്കത് കിട്ടിയ സ്ഥിതിക്ക് കാര്യങ്ങൾ സിമ്പിളാണ്. ഇനി അച്ഛൻ നോക്കിക്കോളാം. മോള് പോയി കിടന്നു, ഇനി ഹോസ്പിറ്റലിൽ പോകണ്ട. അല്ല അനു, അച്ഛനോട് ലീവ് എടുക്കുന്ന കാര്യം നീ പറഞ്ഞെന്ന് പറഞ്ഞു, അച്ഛൻ സമ്മതിച്ചെന്ന് പറഞ്ഞു. പിന്നെ എന്നാത്തിന് ഇപ്പോഴും മൂഡ് ഓഫ് ആയിരിക്കുന്നേ? നത്തിങ് ചേച്ചി, ഗുഡ് നൈറ്റ്. ആ അനു, നീ വന്നോ? ഞാൻ ഇത്ര നേരെ കാത്തിരിക്കുന്നു. നീ റിസൈൻ ചെയ്യുന്ന ലെറ്റർ കൊടുത്തെന്ന് പറയുന്നത് കേട്ടു. എന്നാത്തിനടി നീ എന്താ ഇങ്ങനെ പെട്ടെന്നൊക്കെ? നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഓ, ആക്ടിങ് നന്നായി പോകുന്നു സൂര്യ. ആ, സൂര്യ എന്ന് തന്നെയാണോ പേര്? അനു, നിനക്കിത് എന്ത് പറ്റി? എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഇന്നലെ ആബേലിനെ കണ്ടായിരുന്നോ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. നീ ഇങ്ങനെ റിസൈൻ ചെയ്ത് എന്നോട് ദേഷ്യപ്പെട്ട് പോകല്ലേ അനു, പ്ലീസ്. എനിക്ക് പറയാനുള്ളത് കേൾക്കണു. നീ നിന്റെ വീട്ടുകാരെ കുറിച്ച് ഇതുവരെ ഒരു കാര്യം വെളിപ്പെടുത്താത്തപ്പോ ഞാനത് കാര്യമാക്കില്ല. എന്റെ തെറ്റാ. ഇത്രക്ക് വൃത്തികെട്ട ഫാമിലി നീ എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നോട് കൂട്ടുകൂടില്ലായിരുന്നു. അല്ല, ഇതൊക്കെ നിന്റെ അറിവോട് കൂടി തന്നെയാണോ? ആ, ഏതാണ്ട് ഇപ്പൊ കാര്യം എനിക്ക് മനസ്സിലായി. നീ ഇന്നലെ ആബേലിനെ കണ്ടിരുന്നു അല്ലേ? അനു, 1 സെക്കൻഡ്. റിസൈൻ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ വാ. എന്റെ കയ്യിൽ നിന്ന് വിട് സൂര്യ, എനിക്ക് കേൾക്കണ്ട നിനക്ക് പറയാനുള്ളത്. അനു, ഞാൻ എന്റെ ചേട്ടനെയും അച്ഛനെയും ന്യായീകരിക്കുന്നതല്ല. അവർ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അവർ ഒരാളെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാതെ അവർ തന്നെ ശിക്ഷിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞതാണ് തിരുത്താൻ. പക്ഷേ അവർ മാറാൻ തയ്യാറല്ല. നീ ഈ പെൺകുട്ടിയെ നോക്ക്. ഇത് 2 മാസമായി ഇങ്ങനെ ജീവശാപം പോലെ കിടക്കുന്നു. ഇതിന്റെ അച്ഛനാ അപ്പുറത്തെ ബെഡി കിടക്കുന്നത്. അച്ഛനോ? ഈ കുട്ടിയുടെ അച്ഛന് ഇത് എന്ത് പറ്റി? തന്റെ മകളെ നശിപ്പിച്ച ആളോടൊന്ന് പകരം ചോദിക്കാൻ ചെന്നതാ. പക്ഷെ അയാളെ പഞ്ഞിക്കിട്ടു. ഇങ്ങനെ 2 ദിവസമായി ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഇന്നലെയാണ് ബോധം തെളിഞ്ഞത്. ഇന്നലെ എന്റെ അച്ഛനോട് ആളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. വൈകാതെ ഇവിടെ ഒരു ആക്സിഡന്റ് കേസ് വരും. അത് അയാളായിരിക്കും, അതെനിക്ക് ഉറപ്പാ. സാർ, എങ്ങനെയുണ്ട് വേദന? ഇപ്പൊ വേദനക്ക് കുറവുണ്ടോ? കുറവുണ്ട് മോനെ. എന്റെ കൊച്ചുണർന്നോ? അവള് കണ്ണു തുറന്നോ? പ്ലീസ് അങ്കിൾ, പ്ലീസ്. ഇങ്ങനെ സ്ട്രെസ് കൊടുക്കല്ലേ. സ്ട്രെസ് കൊടുത്ത അങ്കിളുടെ സ്റ്റിച്ച് പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ മോളുടെ കാര്യം, അവൾ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. മരുന്നുകൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമാണ്. മോനെ, എന്റെ മോളെ ഇങ്ങനെയാക്കിയ അച്ഛറ്റെ മൈക്കിൾ കൊണ്ടുവന്നോ? വീണ്ടും ഒരു ആക്സിഡന്റ് കേസ്. ഡോക്ടേഴ്സ്, ഇറ്റ് ഈസ് ആൻ എമർജൻസി. ഡോക്ടർ, ഇയാളെ രക്ഷിക്കാൻ പറ്റും തോന്നില്ല. നന്നായിട്ട് ബ്ലീഡിംഗ് ഉണ്ട്. ദേ, അച്ഛൻ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. അയാളല്ലേ അച്ഛന്റെ മോൾ ഇങ്ങനെ ആക്കിയത്? ദേ, അയാൾക്കുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് വേദനിക്കുന്നു. ഡോക്ടേഴ്സ്, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. എനിക്ക് അവനത് കാണണം. അച്ഛൻ പേടിക്കണ്ട. രക്ഷപ്പെടുത്തുന്ന പോലെ ആക്ട് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷെ രക്ഷപ്പെടുത്തില്ല. ഇങ്ങനെയുള്ളവരൊന്നും രക്ഷപ്പെടരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോ നമുക്ക് പോവല്ലേ അനു?
പിന്നെ ഐ എം സോറി അനു, എനിക്ക് നിന്നോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു. പക്ഷെ എൻ്റെ ഐഡന്റിറ്റി പുറത്ത് പറഞ്ഞാൽ അത് വലിയ റിസ്ക് ആവും. പോരാത്തത് നീ ഒരു പോലീസുകാരൻ്റെ മകളാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അച്ഛനാണ് നിന്നോട് പറയേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഒറിജിനൽ നെയിം പാട്രിക് എന്നാ. പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെ കൊച്ചുകുട്ടിയായതുകൊണ്ട് എന്നെ സൂര്യ എന്നെല്ലാവരും വിളിക്കാറ്. പാട്രിക്ക് ആ നെയിം എന്തോ എനിക്കിഷ്ടമല്ല. ഇവരെയൊക്കെ നിയമത്തിന് വിട്ടുകൊടുത്ത അവിടെ കിടന്ന് തടിച്ചു കൊഴുക്കുക എന്നുള്ളതൊന്നും കൊണ്ട് മാത്രമാണ് എൻ്റെ അച്ഛനും ചേട്ടനും ഇങ്ങനെ ഇടപെടുന്നത്. പിന്നെ ഇതൊക്കെ എൻ്റെ കണ്ണിൽ തെറ്റില്ലാത്ത കാര്യങ്ങളാണ്. അനുവിനിത് ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ അനു പോയിക്കോ. ദെൻ ഐ എം സോറി ഫോർ എവറിത്തിങ്. ഡാ, അപ്പൊ ഞാൻ നിന്നെ വിട്ടു പോവാന്ന് പറഞ്ഞാ നീ ഇങ്ങനെ ഈസി ആയിട്ട് ബൈ പറയൂലേ? ഓ പിന്നെ ഞാൻ എന്നെ ഇവിടെ അങ്ങ് പിടിച്ചിരുത്തല്ലോ. പോട്ടെ പുല്ലെന്ന് നോക്കും ഞാൻ. എന്നെ വിട്ട് പോകാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ സൂര്യ നിന്റെ തലമണ്ട അടിച്ച് പൊട്ടിക്കും ഞാൻ. സൂര്യയോ അത് പാട്രിക്കോ? സൂര്യ തന്നെ, നിന്റെ സൂര്യ. ഡാ, നിന്റെ ചേട്ടൻ ഇന്നലെ എന്റെ വീട്ടിൽ വന്നിരുന്നു. നിന്റെ വീട്ടിലോ? നിന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേടി പിത്തക്കാളി, അവനോട് പോയി ചൊറിയാൻ നിൽക്കണ്ടാവും. ഇനി അനുഭവിച്ചോ. അങ്ങേര് ഇന്നലെ രാത്രി എന്നെ പ്രപ്പോസും ചെയ്തടാ. അപ്പ എങ്ങനെ ഇരിക്കുന്നു? സബാഷ്. ഇനിയുണ്ടല്ലോ, നീ അവന്റെ അടുത്ത് പോയി ഇങ്ങനെ ഒലിപ്പിക്കാൻ നിൽക്കണ്ട. അവൻ ഇനി ഒരിക്കലും നിന്റെ അടുത്ത് വരില്ല, അത് ഞാൻ ഗ്യാരണ്ടി തരാം. അത് വേണോ? അത് വേണം. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും. നീ ഒരു പോലീസുകാരിയുടെ മകളും പിന്നെ എൻ്റെ ഫാമിലി ആണെങ്കിൽ മാഫിയ ബേസ്ഡും. സോ ഇത് നടക്കത്തില്ല, നീ മറന്നേക്ക്. നീ വാ, ഞാൻ കാര്യം പറഞ്ഞു കൊടുക്കാം. എന്താ സൂര്യ ഇങ്ങനെ വാതിലൊക്കെ തല്ലി പൊളിച്ചിട്ട്? അല്ല, ഇതിപ്പോ ആരാ കൂടെ? മിസ്സിസ് ഇസാബേലോ? അനു, ഇങ്ങനെ ഞാൻ വിളിക്കൽ സാത്താൻ എന്നാണ്. ഈ എസ് കെയുടെ സാത്താനാണിത്. പക്ഷെ ഈ സാത്താൻ ഒരു ഗുണങ്ങളുണ്ട്. എസ് കെ എന്ത് പറഞ്ഞാലും കേൾക്കും, അല്ലേ അബേലെ? അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോ എന്താ തൽക്കാലം കേൾക്കേണ്ടത്? എൻ്റെ സാത്താൻ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയത് എനിക്കൊരു അത്ഭുതം തന്നെയാണ് ഇപ്പോഴും. പക്ഷെ ഇവള് വേണ്ട. ഞാൻ എന്നോട് എങ്ങനെ പറയാൻ എനിക്കറിയില്ല. പക്ഷെ നീ ഇവളെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്താൽ അത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ബാധിക്കും. ഓ ഐ ഗോട്ട് ഇറ്റ് സൂര്യ, ഞാനിനി ഇങ്ങനെ ചെയ്യില്ല. ഓക്കെ? ഓ തത്താണ് എൻ്റെ സാത്താന്. ഇങ്ങനെ വേണം സാത്താന്മാരായാലും. അപ്പോ വീട്ടിൽ പോയല്ലേ? ഓ എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ബൈ അനുമാധവ്. അനുമാധവോ? അപ്പോ മിസ്സസ് അബേൽ അല്ല അല്ലേ? സർ, 1 സെക്കൻഡ് പോകല്ലേ. എനിക്ക് സാറോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ സാറിനെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഐ എം റിയലി സോറി. ഇറ്റ്സ് ഓക്കെ അനു, നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ സിംഗിളായി കാലം കഴിയാനാ വിധിയെന്ന് തോന്നുന്നു. നമ്മൾ രണ്ടുപേരും നീ എന്നെ നിന്റെ കൂട്ടത്തിൽ കൂട്ടണ്ട. എനിക്ക് അവളോട് ദേഷ്യം തോന്നുന്ന കാര്യമൊക്കെ ശരി തന്നെയാണ്, ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റ് തന്നെയാണ്. ബട്ട് എന്തോ ചിലതൊക്കെ നല്ലതായി തോന്നുന്നു എനിക്ക്. ഇങ്ങനെയുള്ളവന്മാർക്ക് ഇങ്ങനെ തന്നെ വേണം. ഐ തിങ്ക് ഐ ആം ഇൻ ലവ്. അനു, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അനു, ഇവളെ കൊണ്ട് എടി നീ ഇത് വിട്ട് കള. നീയും എന്റെ ഫാമിലിയും അത് ഒത്തുപോകത്തില്ല. എടാ, നമ്മുടെ ഫാമിലി ഒത്തുപോകത്തില്ല. പ്ലീസ് നീ മനസ്സിലാക്കുക. അതെ അനുമാധവ്, തനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അങ്ങനെയൊക്കെ ചോദിച്ചാ ഓ എങ്കിൽ ഞാൻ വരട്ടെ അനുമാധവ്, ഇത്തിരി ബിസിയാണ്. പോകല്ലേ, താനല്ലേ എന്നെ മിസ്സിസ് ആബേലെന്ന് വിളിച്ചേ. എനിക്ക് ആ പദവി കിട്ടാൻ വല്ല സ്കോപ്പ് ഉണ്ടോ? നോ മിസ് അനുമാധവ്, മിസ്സിസ് അബേലാവാൻ ഇത്തിരി ക്വാളിഫിക്കേഷൻ വേണം. എൻ്റെ ഭാര്യ ഒരിക്കലും ഇങ്ങനെ കരഞ്ഞ് ഓടിച്ചാടി എൻ്റെ അനിയൻ്റെ അടുത്ത് കംപ്ലൈൻ്റ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. ഇത്തിരി ധൈര്യമുള്ള കൂട്ടത്തിലായിരിക്കണം. സോ യു ഹാവ് നോ ക്വാളിഫിക്കേഷൻ ഫോർ ദാറ്റ്. കേട്ടല്ലോ, നിനക്ക് ക്വാളിഫിക്കേഷൻ ഇല്ലാന്ന്. സോ നമുക്ക് പോവല്ലേ അനു? അതാ ഇപ്പൊ നടക്കത്തുള്ളൂ. ഒരബദ്ധം ആർക്കായാലും പറ്റത്തില്ലേ? ഒരു ചാൻസ് കൂടി തരുമോ? അവൻ തന്നാലും ഞാൻ തരില്ല. പോടാ പട്ടി. അല്ല, ആരാബേലേത്? പുതിയ ഇന്റേൺ ആണോ? ഇവിടെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ. ദേ നോക്കാനു, ഇതാണ് നിന്റെ പിറക്കാതെ പോയ അമ്മായി അച്ഛൻ. എന്റെ അച്ഛനായി വരും. പേര് മൈക്കിൾ. നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഹായ് സർ, ഇവിടെ പ്രോബ്ലം ഒന്നുമില്ല. ഐ ആം അനുമാധവൻ, പുതിയ ഇന്ത്യൻ ആണ്. ഓ, മോളെന്തോ സീരിയസ് ആയി പറയുന്ന പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ചോദിച്ചതാട്ടോ. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറയാം. അതൊന്നുമില്ല അച്ഛാ. അതുണ്ടല്ലോ, അച്ഛന്റെ മൂത്ത മരുമോൾ പോസ്റ്റിലേക്കൊന്ന് അപേക്ഷിച്ചിരുന്നു. ആ അപേക്ഷ നൈസായിട്ടൊന്ന് റിജക്ട് ചെയ്തു. അതാ ഇവിടെ ഇപ്പൊ കേട്ടത്. വാട്ട് ഹാപ്പൻഡ് അബേൽ? ഷീ ഈസ് നോട്ട് ഫിറ്റ് ഫോർ മീ, ദാറ്റ്സ് വൈ ഐ റിജക്റ്റഡ്. സർ, ഒരാൾ വന്ന ഒരു പേഷ്യന്റിനെ തല്ലുന്നു. ഞങ്ങൾ എന്ത് വേണം? അയാളെ നീക്കം ചെയ്യട്ടെ? ഹൗ ഡെയർ ഹി! എന്റെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവിടെ വയലൻസ് ക്രിയേറ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ചത് ആരാണത്? ഹൂ ഈസ് ഹി? ജസ്റ്റ് വെയിറ്റ് ദാറ്റ് ഐ വിൽ ക്ലിയർ എവറിത്തിങ്. ജസ്റ്റ് 2 minutes. ആബേൽ, ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ യൂട്ടിലൈസ് ചെയ്തോട്ടെ? വാട്ട് യു മീൻ?
Please, can you give this opportunity? I want to show that I am fit for the position, Mrs. Abel. ആർ യു ഔട്ട് ഓഫ് മൈൻഡ്? A little bit. ഞാൻ പറഞ്ഞില്ല സോറി, എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ലാഞ്ഞിട്ടാ. പൈസ ഉണ്ടായ ഞാൻ തരാം. മതി അഭിനയിച്ചത്. ഞാൻ നിന്നോട് പറഞ്ഞതാ, ഇന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ വേണം. ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. നീ ഇങ്ങനെ ഇവിടെ കിടന്ന് അഭിനയിച്ച ഞാൻ നിന്നെ വെറുതെ വിടാന്ന് കരുതിയോ? ഇല്ലെങ്കിൽ നിന്റെ മോളെ എനിക്ക് തന്നേക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അവളെ വെച്ച് എനിക്ക് ഒരുപാട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. സോ നിന്റെ കടവും തീരും, എന്റെ കഴപ്പും തീരും. ഹേ മിസ്റ്റർ, മൈൻഡ് യുവർ വേർഡ്സ്. ഇവിടെ കിടന്ന് വില പേശാൻ ഇത് ചന്തയല്ല മിസ്റ്റർ. പിന്നെ ഇത് ഹോസ്പിറ്റലാണ്. ഇവിടെ കിടന്ന് ഇങ്ങനെ അലമ്പുണ്ടാക്കിയാൽ മറ്റുള്ള പേഷ്യൻസിന് അത് ബുദ്ധിമുട്ടാവും. സോ പ്ലീസ് ഗോ. അല്ല, ആരിത്? ഡോക്ടർ കോട്ടിട്ട ടീച്ചറോ? നീ എന്നെ പഠിപ്പിക്കാൻ വേണ്ട, പോയി പണി നോക്ക് പെണ്ണെ. ഞാനിപ്പം പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ മിസ്റ്റർ? പോകാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പ്ലീസ് കം ഹിയർ ബേബി ആൻഡ് സിറ്റ് ഡൗൺ വിത്ത് മീ. അവനത്ര ധൈര്യം ഉണ്ടായിട്ടാ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് നമ്മുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ? ഷാൾ ഐ ഫിനിഷ് ഹിം ഡാഡ്? ജസ്റ്റ് വെയിറ്റ് മിസ്സിസ് അബേൽ. അവൻ ഒരു ഓപ്പർച്യൂണിറ്റി ചോദിച്ചതല്ലേ ആ കൊച്ച്, അത് നടക്കുമല്ലോ എന്ന് നോക്കാം. കം ഓൺ ഗേൾ, ഒന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്ക്, അല്ലെങ്കിൽ പോ. ഞാൻ എവിടെ ഇരിക്കുന്നില്ല, നീ ഇപ്പൊ ഇവിടുന്ന് പോവുകയും ചെയ്യും. കിടന്ന് ചെലക്കാതെ എന്റെ കൺമുന്നിൽ നിന്ന് പോ കൊച്ചെ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അയ്യോ, ഞാൻ പേടിച്ചു പോയി. ഞാൻ ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് പറയില്ല, മിസ്സിസ് അബേൽ അവൻ പറ്റിയ ചെറുക്ക. ആ കൊച്ചു കൊള്ളാലോ, ഈ സൂര്യയെ പോലല്ലോ, പൊളിയാണല്ലോ. താങ്ക് യു ഡാഡ്. ഇനി മിസ്സിസ് അബേൽ ആയിക്കോട്ടെ. എന്തുകൊണ്ട് നീ ഇന്നലെ എന്നോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തില്ല? Because I love you. Then can I ask you something? What kind of love language was that? അങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യുന്നേ? ദാറ്റ് ഈസ് മൈ ലവ് ലാംഗ്വേജ്. ബിക്കോസ് ഞാൻ ആരെയാണോ സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ ഞാൻ നന്നായിട്ടങ്ങ് വേദനിപ്പിക്കും. എങ്കിലേ അവർക്ക് എന്നെ എത്രത്തോളം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അതായിരുന്നു താൻ ഇന്നലെ കണ്ടത്. താൻ അതിൽ തോറ്റുപോയോ? ഞാനോ തോൽക്കാനോ? ആർ യു ഷുവർ? നിനക്കെന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? Definitely I can handle. Shall we check? Are you ready for that? Yes, I'm ready, and after that you will call me Mrs. Abel. Okay, now I am going to check, and first of all, I'm really sorry, Anu Madhav. This is the first test, and how you handle. എന്ത് പറ്റിയേനു? എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല, കാരണം I'm perfectly fit for Mrs. Abel. I like it. ഇങ്ങനെയും പ്രപ്പോസ് ചെയ്യാൻ പറ്റും. അച്ഛാ, ഒരു നോട്ട് എടുത്ത് എഴുതിക്കോ. ഇങ്ങനെയും മോഞ്ചി പ്രപ്പോസൽ നടത്താം. അവൻ മോഞ്ചിട്ടാണെങ്കിലും ഒരു പെണ്ണിനെ വളച്ചെടുത്തു. നിനക്കിവിടെ പെണ്ണില്ലല്ലോ സൂര്യ. ഹായ് മിസ്സിസ് അബേൽ, ഷാൽ വി ഗോ ഫോർ എ ഡേറ്റ്? கணக்கால் கூட கருப்பு இல்ல, நீ தீண்டும் இடம் தித்திக்குமே, இனி பாக்கி உடம்பும் செய்ய வேண்டும் பாக்கியமே. குறுக்கு சிறுத்தவளே, என்னை குங்குமத்து கரைச்சவளே, நெஞ்சில் மஞ்சள் தேச்சு குளிக்கையில் என்ன கொஞ்சம் பூசு தாயே, உன் கொலுசுக்குள் மணியாக என்ன கொஞ்சம் மாத்து தாயே. ஒரு கண்ணில் நீர் கசியா, உதட்டு வழி உசிர் கசியா, உன்னாலே சில முறை சில முறை അവിടെ രണ്ട് കണ്ണു കണ്ടോ? ആരെന്ന് മനസ്സിലായോ? അയ്യേ, അവൻ കണ്ട? മാനേജർ സാർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? ഞാൻ ഈ വഴി പോയപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. പക്ഷെ സീൻ ഇവിടെ ഇതായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അല്ലടി, നിനക്ക് എന്താ വർക്കൊന്നുമില്ലേ? ഞാനൊരു സംശയം ചോദിക്കാൻ വന്നതാ സൂര്യ. ഏട്ടാ, എന്തായിരുന്നു ഇവളുടെ സംശയം? അങ്ങനെ ചോദിച്ചപ്പോ അവൾ എന്നോട് ചോദിച്ചത് ഈ അനസ്തേഷ്യ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമെന്ന്. ബൈ ദ ബൈ, നല്ല സംശയം. നമുക്കൊരു കാര്യം ചെയ്യാം. ആരൊക്കെയാണോ ഹോസ്പിറ്റലിൽ വരുന്നത് അവർക്കെല്ലാം 1 വീതം 2 നേരം കൊടുക്കാം. അതിലെ നല്ലതൊരു
അയ്യേ ഏട്ടാ, ഒരു ഗാങ്സ്റ്ററാണോ ഇത്? എങ്ങനെ ഇരിക്കുന്നു നിന്റെ ഏട്ടന്റെ ഈ വർഷം? ഞാൻ മാറ്റിയെടുത്തതാ. കുറ്റം പറയരുതല്ലോ, നല്ല ബോറായിട്ടുണ്ട്. അത് ഞാനങ്ങ് സഹിച്ച്. നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും, എനിക്ക് പോയിട്ട് ഒരു ഇത്തിരി പണിയുണ്ട്. ഞാൻ ഇപ്പൊ വരാവേ. അയ്യോ പോവുള്ളൂ. എടാ ദുഷ്ട, നിന്നെ അന്ന് കൊല്ലടത്തേണ്ടി. എന്തിന്? എടത്തേണ്ടി, നിന്റെ ചേട്ടനത്ര ഒരു റൊമാൻറ്റിക് ഒന്നുമല്ല. ഞാൻ ഇത്ര കാലം കഷ്ടപ്പെട്ട് ഇന്നൊന്ന് റൊമാൻറ്റിക് ആക്കി എടുത്തതായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പഴാ നീ കയറി നശിപ്പിച്ച്. അനു, നീ ഇത്ര അധികം വളർന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ നീ അങ്ങനെ സുഖിക്കണ്ടടി. ഞാനിങ്ങനെ സിംഗിൾ ആയിരിക്കുമ്പോ ഞാനൊരു കാര്യം ചെയ്യാം. മിസ്റ്റർ മൈക്കിളിനോട് കാര്യം പറഞ്ഞ് നിങ്ങളുടെ കെട്ടങ്ങ് നടത്തി തരാം. എന്നാ പിന്നെ കാര്യം സിമ്പിൾ ആയില്ലേ? എനിക്കങ്ങനെ ധൃതിയൊന്നുമില്ല. പിന്നെ നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇന്ന് ഇരുട്ടാവുന്നതിന് മുന്നൊന്ന് പറഞ്ഞേക്ക്. ഉണ്ണി, നീ വല്ലാണ്ടങ്ങ് വളർന്നു പോയിരിക്കുന്നു. ഇനി ഈ ഹോസ്പിറ്റലിൽ ഞാൻ മാത്രം സിംഗിൾ. അവനെ കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞതല്ലേ അവൻ എനിക്ക് വേണമെന്ന്. നീ ഇപ്പൊ പറയുന്നോ ഇല്ലയോ? നീ നിന്റെ അച്ഛനോട് അവനെ എനിക്ക് കെട്ടിച്ചു തരാൻ പറയുന്നോ ഇല്ലയോ? ഗംഗേ, ഞാൻ പോട്ടടി. ഞാൻ പോയി ആദ്യം കാര്യം അവതരിപ്പിച്ചു വരട്ടെ. എന്നാ വിട്ടോ. അങ്ങനെ തലക്ക് വെളിവില്ലാത്ത അവക്ക് വരെ ലൈഫ് സെറ്റായി. എനിക്കിനി എന്നാണാവോ? അച്ഛനിപ്പോ ഫ്രീ ആണോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടായിരുന്നു. നോ, വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാ പോരെ സൂര്യ? പറ്റൂല, എനിക്ക് ഇപ്പൊ തന്നെ പറയണം. ഇല്ലെങ്കിൽ ആ നാഗവല്ലി എന്നെ കടിച്ചു തന്നു. അച്ഛാ, നമുക്ക് അവരുടെ കല്യാണം നടത്തി കൊടുത്താലോ? അവളുടെ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിച്ചാലോ? ഇല്ലെങ്കിൽ ഇവിടെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ അതൊരു പണിയാവേ. ഓ, അപ്പോ അവിടെ വരെ എത്തിയ കാര്യങ്ങള് ഞാൻ പോയി നിന്റെ അമ്മയോട് പറയട്ടെ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അവളുടെ വീട്ടിൽ പോവാം. ഇതിപ്പോ കുറെ നേരമായല്ലോ ഒരു കാര്യം പറയണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയിട്ട്. നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പറ. എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുള്ളതാ. സൂര്യ, നീയെങ്കിലും പറ. ഇവർ രണ്ടുപേരോ ഒന്നും വേണ്ടുന്നില്ല. ആക്ച്വലി അത് തനിക്ക് ഹാപ്പിയുള്ള കാര്യമൊക്കെ തന്നെയാ. സോ അത് ആബേൽ പറയും. ആക്ച്വലി ഇത് മമ്മിക്ക് ഒരു ഹാപ്പി ന്യൂസ് ആണ്. പക്ഷേ അതിന് ചെറിയ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് അച്ഛൻ പറയും. ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യ്. നിങ്ങൾ രണ്ടുപേരും തീരുമാനിക്കുക ആര് പറയണമെന്നുള്ളത്. എന്നിട്ട് ഞാൻ വരാം. ഇപ്പൊ ഞാൻ പോവാ. പോകല്ലമ്മ, ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും നാണല്ലേ ക്യാൻസർ എന്ന് പറഞ്ഞെടുക്കാൻ? അമ്മ, ചേട്ടന് പെൺകുട്ടിയെ ഇഷ്ടമാണ്. ചേട്ടനെ ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്ന് കാണണം. കുണുവാവ കളിക്കാണ് ഈ ഗാങ്സ്റ്റർ. പിന്നെ പോരാത്തതിന് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. പേര് അനു മാധവ്. എന്റെ ഈശ്വര, ഇത്ര നല്ല കാര്യം ഉണ്ടായിട്ടാണോ നിങ്ങൾ ഇതുവരെ പറയാൻ പഠിച്ചത് എന്നോട്? എടി, പറയുന്ന കേക്ക്. അവൾ ആരാന്നറിയോ? അവള് മാധവന്റെ മോളടി. അവന് നിനക്കറിയില്ലേ? എത്ര കാലമായി എന്റെ പിന്നാലെ കൂടുന്നു. അവനെന്റെ ഡീറ്റെയിൽസ് മുഴുവൻ കിട്ടും. ഞാൻ അവളെ വിവാഹം ആലോചിച്ച് ചെന്നാല്. അനുവിന്റെ അച്ഛനാണോ ആ കേസ് അന്വേഷിക്കുന്നേ? അമ്മ, ഈ കല്യാണത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന്റെ ഐഡന്റിറ്റി പുറത്ത് പറഞ്ഞാൽ അത് വലിയ റിസ്ക് ആവും. സോ അവളെ ഞാൻ വിളിച്ചിറക്കി കൊണ്ടുവരാം. അതാവും പറ്റും. ഓ, ഇവർ രണ്ടുപേരും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആരെങ്കിലുമൊക്കെ മനസ്സറിഞ്ഞ് വിശ്വസിക്കണം. എങ്കിലേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അവളുടെ അച്ഛൻ അവളുടെ ഇഷ്ടത്തിന് ഒന്നിനും എത്തി നിൽക്കില്ല. അതെനിക്ക് ഉറപ്പാ. സൂര്യ, ബി പ്രാക്ടിക്കൽ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെയും അമ്മയെയും പോലെ ഈ ലോകത്ത് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചുകൂടാ. വിശ്വസിച്ചാൽ നമുക്കിട്ട് പണി കിട്ടും. അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ട് നീ പറയുന്ന കാര്യം അത് നടക്കില്ല. നിങ്ങൾ രണ്ടുപേരെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. നിങ്ങൾ പറഞ്ഞ പോലെ ആരെയും വിശ്വസിക്കാതെ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് അവളെ പോലെ ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടുമായിരുന്നു. എന്റെ മോൻ പറയുന്നതാ ശരി. എനിക്കുണ്ടാവില്ല ആഗ്രഹം എല്ലാ വീട്ടിലും നടക്കുന്ന പോലെ ഒരു അടിച്ചു പൊളിച്ചിട്ടൊരു വിവാഹം. അതുകൊണ്ട് പ്ലീസ് നമുക്കിത് നേരായ രീതിയിൽ അവളുടെ അച്ഛനോട് ചെന്ന് കാര്യങ്ങൾ സംസാരിച്ച് എല്ലാം ശരിയാക്കാം. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ. എടി, നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ. നീ വാശി പിടിച്ചാൽ നിനക്കറിയാലോ എന്നെക്കൊണ്ട് നോ പറയാൻ പറ്റത്തില്ല എന്ന്. പിന്നെ ഇത് ഡേഞ്ചർ ആടി. ഇത് നടക്കത്തില്ല. സൂര്യ, നീ ഒരു കാര്യം ചെയ്യ്. അവളെ വിളിച്ചിട്ട് അവളെ അച്ഛനോട് കാര്യം പറഞ്ഞിട്ട് നാളെ നമ്മൾ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് പറ. അല്ലാതെ ഇവരുടെ രണ്ടുപേരുടെയും വാക്ക് കേട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് ഒന്നും നടക്കത്തില്ല. അമ്മ, ഇനി ആ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശ്വാസവഞ്ചന എങ്ങാനും വന്നാലമ്മ, അവളുടെ അച്ഛനാണെന്ന് ഞാൻ നോക്കത്തില്ല. ഞാൻ തീർത്തിരിക്കും. ഇനി അവരുടെ ഭാഗത്തുനിന്ന് എങ്ങാനും വല്ല വിശ്വാസവഞ്ചനയും വന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോ, പിന്നെ ഞാൻ ഈ അമ്മയുടെ സൂര്യയല്ല പാട്രിക് അയക്കും. നിങ്ങളെപ്പോലെ ആരെയും വിശ്വസിക്കാതെ ഇങ്ങനെ ജീവിക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കും സൂര്യ. നിങ്ങൾ രണ്ടുപേരും പോലെ മനുഷ്യന്മാരെ വിശ്വസിക്കാതെ ജീവിച്ചാലേ നിങ്ങൾ ജീവിച്ചു പോകാൻ പറ്റത്തില്ല. അവരെങ്ങാൻ ചാച്ചാ ഞാൻ നിങ്ങളെ പോലെയാവും. എന്നാ ഞാൻ പോയി പറയട്ടെ അച്ഛാ, അവളോട് അച്ഛനോട് പറയാന്. നിങ്ങൾ രണ്ടുപേരും നിർബന്ധിച്ച ശരിക്ക് നീ പോയി പറഞ്ഞേക്ക്. എന്താവെന്ന് നമുക്ക് നോക്കാലോ.
ചേച്ചി എനിക്കുണ്ടല്ലോ ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊരാളെ ഭയങ്കര ഇഷ്ടമാണ്. അയാളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കാര്യം അച്ഛനോട് പറയാൻ പോവാം. ചേച്ചി ഇങ്ങനെ ഡാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് നടക്കാതെ ചേച്ചിയുടെ ഉള്ളിലുള്ള ആളെ തുറന്ന് പറ. എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കെട്ടാന്നേ. എന്തോന്നും നിന്റെ കല്യാണോ? നീ എന്തൊക്കെയാ പറയുന്നോ? ചേച്ചി നെട്ടിയോ? ആ ചെറുതായിട്ട് നെട്ടി. അല്ല ആരാ കക്ഷി? ആബേൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബ്രദറാ. നല്ല ഹാൻസമാ. പിന്നെ ക്രിസ്ത്യൻ ആയതുകൊണ്ട് അമ്മ സമ്മതിക്കൊന്നൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ മതി. ഞാൻ അങ്ങനെ കിട്ടും. ക്രിസ്ത്യനോ? എന്തായാലും നീ പറഞ്ഞു നോക്ക്. ഞാൻ പ്രാർത്ഥിക്കാം നിനക്ക് വേണ്ടി. അല്ലാതെ നിന്റെ ഒപ്പത്തിക്കാൻ വേണ്ടി എനിക്കിപ്പോൾ കെട്ടാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ഒരു അഫെക്ഷൻ ഇതുവരെ ആരോടും തോന്നിയിട്ടില്ല. താങ്ക് യു ചേച്ചി. അല്ല ചേച്ചി കെട്ടാതെ എന്നെ ആരും കെട്ടാൻ സമ്മതിക്കില്ല. ചേച്ചി ആരെങ്കിലും ഒന്ന് കെട്ട് ചേച്ചി. നീ പേടിക്കണ്ട. തൽക്കാലം നീ അച്ഛനോട് നിന്റെ കാര്യം പോയി പറ. ഞാൻ എൻ്റെ ഡാൻസ് പ്രാക്ടീസിന് തൽക്കാലം ഒരു ബ്രേക്ക് ഇട്ടിട്ട് എൻ്റെ ജേർണലിസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അതിന് ശേഷം ഞാൻ എൻ്റെ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ. ഇനി ഇത് അച്ഛനോട് പറയുന്നത് ആലോചിക്കുമ്പോൾ ഞാൻ എന്തായാലും പോയി പറഞ്ഞിട്ട് വരാം. എന്താണോ അവിടെ നിൽക്കുന്നേ? അച്ഛൻ എനിക്കൊരാളെ കെട്ടിച്ചു തരുമോ? അർജന്റാണേ. എനിക്കിത് ഉറപ്പായിരുന്നു. കെട്ടിച്ചു തരാലോ. എനിക്ക് ഉറപ്പായിരുന്നു ചേച്ചിയുടെ മുന്നേ അനിയത്തിയെ കെട്ടിക്കേണ്ടി വരുന്നു. അല്ല പറ, ആരെ ചെക്കൻ? അവന്റെ പേര് പറയുന്നതിന് മുന്നേ എനിക്ക് ചെറിയൊരു കാര്യം പറയാനുണ്ട് വെച്ചാ. ഞാൻ ഇന്നലെ ആബേലിനെയും മൈക്കിളിനെയും കുറിച്ച് ഡീറ്റെയിൽസ് കൈമാറിയിരുന്നില്ലേ? അതിലെ ചില കാര്യങ്ങൾ തീർത്തും തെറ്റാണ്. അവിടെ കൊല്ലപ്പെടുന്നവർ അധികവും ക്രിമിനൽസുകളാണ്. നമ്മുടെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയാത്തവരെ അവരെയാണ് അവർ ശിക്ഷിക്കുന്നത്. അവർ ചെയ്യുന്നത് ഒരു തരത്തിലും ശരിയാണ്. കേസ് വേറെ, ഇത് വേറെ. നീ ഈ നല്ല കാര്യത്തിന്റെ അടുത്ത് അത് കയറി പറയാതെ നീ ആളെ പറ. ഇറ്റ് ഈസ് ആബേൽ ഡാഡ്. വാട്ട് ദ ഹെക്ക് ആർ യു ടോക്കിംഗ് അനു? നീ നോൺസെൻസ് പറയാൻ വേണ്ടിയിട്ടാണോ രാത്രി കയറി വന്നേ? അതെ, ഞാൻ ഈ നോൺസെൻസ് പറയാൻ തന്നെ ഈ രാത്രി കയറി വന്നേ. അച്ഛനിത് നോൺസെൻസ് ആയിരിക്കാം. ഞാൻ തെറ്റിദ്ധരിച്ച പോലെ അച്ഛനും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവിടെ കൊല്ലപ്പെട്ടത് മുഴുവൻ പണച്ചാക്കുകളാണ്. പണം കൊണ്ട് നീതിയെ കണ്ണു കെട്ടിയപ്പോൾ അവിടെ നീതി നടപ്പാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അച്ഛനിത് തെറ്റായി തോന്നിയേക്കാം, പക്ഷേ എനിക്കങ്ങനെയല്ല. സോ എനിക്കവനെ വേണം. അച്ഛന് പറ്റുമെങ്കിൽ കല്യാണം നടത്തിത്തരാം, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. മോളെ പോകല്ലേ. അച്ഛന്റെ സുന്ദരിക്കുട്ടി ഇത്ര എളുപ്പം അങ്ങ് പിണങ്ങിയാലോ? അച്ഛൻ നടത്തി തരാന്നേ. അച്ഛൻ മനസ്സറിഞ്ഞിട്ടാണോ ഈ ഓക്കെ പറയുന്നേ? മനസ്സറിഞ്ഞ് തന്നെയാ മോളെ പറയുന്നത്. കാരണം അച്ഛനൊരു പോലീസുകാരനല്ലേ. നീതി നടപ്പിലാക്കാൻ കഴിയാത്ത ചില സമയങ്ങളിൽ ഞാൻ വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് അങ്ങനെ നീതി നടപ്പിലാക്കാൻ കഴിയുന്നവരുടെ കൂടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. കാരണം അച്ഛൻ്റെ മോക്ക് അച്ഛൻ്റെ അതേ സ്വഭാവമല്ലേ. അതുകൊണ്ട് എനിക്കതിന് സമ്മതം. സത്യമാണോ അച്ഛ പറയുന്നേ? സത്യം. ഇപ്പം മോള് പോയി കിടന്നുറങ്ങുക. ഞാൻ ആദ്യം അമ്മയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. അവർക്ക് എന്തെങ്കിലും ഒരുക്കങ്ങൾ ഉണ്ടെങ്കിലോ അവർ നാളെ വരുമ്പോഴേക്ക്. അതുകൊണ്ട് മോള് ചെന്നുറങ്ങുക. താങ്ക് യു അച്ഛാ. എനിക്ക് വയ്യ. ചേച്ചി ഇങ്ങോട്ടൊന്ന് വന്നേ ചേച്ചി. നാളെ എന്തൊക്കെ പണിയുണ്ട് എനിക്ക്. അയ്യോ, എന്നെ ഇതുവരെ ഒരു വൃത്തിയുള്ള കോലത്തിൽ ആബേൽ കണ്ടിട്ടില്ല. എന്താണ് നീ ഈ കാട്ടിക്കൂട്ടുന്നേ? അച്ഛൻ എസ് പറഞ്ഞു ചേച്ചി. നാളെ അവരെന്നെ പെണ്ണ് കാണാൻ വരും. പിന്നെ എൻ്റെ കല്യാണം. പിന്നെ ഞാനൊരു പൊളിക്കും ഇവിടെ. എനിക്ക് നാളെ വരുന്നു. ചേച്ചി ഒരു കാര്യം ചെയ്യാൻ. ചേച്ചിയുടെ ചുവപ്പ് സാരില്ലേ, അതെനിക്കൊന്ന് ഉടുക്കാൻ തരുമോ? അച്ഛൻ എസ് പറഞ്ഞത് കൊണ്ടാണ് നീ ഇങ്ങനെ കിടന്ന് തുള്ളിച്ചാടുന്നേ. മാത്രല്ല അവരെല്ലാവരും നാളെ എന്നെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. സോ വാട്ട്? അതിന് ഞാനെന്ത് വേണം? തലം കുത്തി നിൽക്കണോ? അതൊക്കെ ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ല. ചേച്ചി ഒരു കാര്യം ചെയ്യും. ചേച്ചി എന്നെ നല്ല സുന്ദരിയാക്കി സാരി ഉടുപ്പിച്ച് തന്നാൽ മതി. ഐ എം റിയലി സോറി അനു. അമ്മയോട് പറ. എനിക്ക് സമയമില്ല. എനിക്ക് അത്യാവശ്യം ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഇനി ആകെ ഒരാഴ്ചയുള്ളൂ. എനിക്ക് പോകുന്നതിന് മുന്നേ അവളുടെ ക്ലബിൽ ഒരു ഡാൻസ് കൂടി കളിക്കണം. ചേച്ചിയുടെ ഒരു ഡാൻസ് പ്രാക്ടീസും. ചേച്ചി ഒരു കാര്യം ചെയ്യും. ക്ലബിലുള്ള ഡാൻസ് പ്രാക്ടീസ് ഇവിടെ വെച്ച് നടത്തും. നാളെ അവർ വരുമ്പോൾ ചേച്ചി ഇവിടെ ഇല്ലയെന്ന് അറിയുമ്പോൾ അവർക്ക് സങ്കടമാവില്ലേ? ചേച്ചി ഒന്ന് പരിചയപ്പെട്ടിട്ട് അവർ പോയിക്കോളും. ഞാൻ വിളിക്കുമ്പോൾ മാത്രം ചേച്ചി വന്നാൽ മതി. ഓക്കെ? ഇനിയൊരു നല്ല കാര്യത്തിനായിട്ട് ഞാനോ പറയുന്നില്ല. എടീ, നിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ? അവരെത്തി തോന്നുന്നു. വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഒന്ന് ഇറങ്ങി വാടി പെട്ടെന്ന്. ഇതാ കഴിഞ്ഞമ്മ.